ഹലോ, ഇന്നൊരു ബോച്ചാമിൻ്റെ DIY ആണ് ചെയ്യാൻ പോകുന്നത്. ഇതിന് വേണ്ടിയിട്ട് കയ്യിലുള്ള ഏതെങ്കിലും ഒരു സാറ്റൻ റിബൺ എടുക്കുക. ഞാനിവിടെ ഒരു യെല്ലോ കളറ് ചെറിയ രീതിക്കുള്ളൊരു സാറ്റനാണ് എടുക്കുന്നത്. ഇനി അത് നമുക്ക് ആവശ്യമുള്ള ലെങ്ത് വെച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മുടെ ഫിംഗേഴ്സ് ഉപയോഗിച്ച് ബോ ഉണ്ടാക്കത്തില്ലേ, ആ ഒരു പാറ്റേണിലാണ് ഞാനിവിടെ ബോ ഉണ്ടാക്കുന്നത്. ഫസ്റ്റ് ഇച്ചിരി പതറിയെങ്കിലും കുഴപ്പമില്ല, എനിക്ക് അത്യാവശ്യം നല്ലൊരു ബോ കിട്ടിയിട്ടുണ്ട്. ഈ കാണുന്നത് പോലെ ഒരു നോട്ടൊക്കെ ഇട്ടെടുക്കുമ്പോൾ ഒരു പെർഫെക്റ്റ് നമുക്കൊരു ബോ ഇവിടെ റെഡിയായി കിട്ടും. ഫസ്റ്റ് ചിലപ്പോൾ ഈ ഒരു പാറ്റേൺ കിട്ടണമെന്നില്ല, എങ്കിലും ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എനിക്കിവിടെ ഫസ്റ്റ് തന്നെ ഒരു അടിപൊളി ബോ ഇവിടെ കിട്ടിയിട്ടുണ്ട്, കണ്ടോ. ഇനി അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കണം. അതിൻ്റെ ഉള്ളിലേക്കാണ് ആ ഒരു ബോ ഇരിക്കുന്നത്. ഇനി ഇത് എൻഡിങ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി കുറച്ച് ചാംസ് എടുത്തിട്ട് നമുക്കിഷ്ടമുള്ള പാറ്റേണിൽ നമുക്കൊരു ഷേപ്പ് ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ സ്ട്രെയിറ്റ് ആയിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഈ ഒരു ചാംസ് വെച്ചിട്ട് ഷേപ്പ് ദേ ഇങ്ങനൊന്ന് ലാസ്റ്റ് ഇങ്ങനെ ഇത് കെട്ടിട്ട് കൊടുക്കുന്നുണ്ട്. അത് ആക്ച്വലി ആ ഒരു ബോയുമായിട്ട് കണക്ട് ചെയ്യണം, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. സോ ഇനി നമുക്ക് ആ ഒരു ബോയും ഈ ഒരു ചാമുമായിട്ട് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ഇത് ഇങ്ങനെ ഒരു അറ്റാച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു കീ ചെയിനാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ആ ഒരു കീ ചെയിൻ്റെ ലോക്കറ്റിലേക്ക് നമുക്കിതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇത് ഇത്രേ ഉള്ളൂ, കഴിഞ്ഞു. അടിപൊളിയാണ് കേട്ടോ. കാണാൻ വേണ്ടിയിട്ടും ചെയ്യാൻ വേണ്ടിയിട്ടും ഇതെൻ്റെ ബാഗിലിട്ട് കൊടുക്കുന്നുണ്ട്. സോ ഇതാണ് ഫൈനൽ റിസൾട്ട്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ഇഷ്ടമാണെങ്കിൽ കൂടെ കൂടിക്കോളൂ.